അഞ്ചരക്കണ്ടിയിലെ മെഡിക്കൽ കോളേജ് ഏത് നമ്മുടെ നിതിൻ രാജിന്റെ മരണത്തിനിടയാക്കിയ ആ മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ദളിത് ലീഗിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രതിഷേധ മാർച്ചാണ്. അവിടെ ആ പ്രവർത്തകരെ, ലീഗിന്റെ പ്രവർത്തകരെ, ദളിത് ലീഗിന്റെ പ്രവർത്തകരെയൊക്കെ നേരിടുന്നത് അഞ്ചരക്കണ്ടിയിലെ ഈ മെഡിക്കൽ കോളേജിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഗുണ്ടകളാണ് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മെഡിക്കൽ കോളേജാണ് അത്രേ. ആ മെഡിക്കൽ കോളേജിന്റെ സെക്യൂരിറ്റിയിലുള്ള വ്യക്തികളെ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. ഇവര് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ആണോ അതോ ഗുണ്ടകളാണോ? എത്രമാത്രം നമ്മുടെ നാട്ടിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളായി മാറിയതിന് തൊട്ടു പിന്നാലെ ഇവിടങ്ങളിലൊക്കെ മെഡിക്കൽ കോളേജിൽ ഗുണ്ടകളായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഗുണ്ടകള് വന്നിട്ട് പ്രതിഷേധക്കാരെ നേരിടുക. പോലീസ് പ്രതിഷേധക്കാരെ നേരിടുന്നെങ്കിൽ അല്ലെങ്കിൽ തടയുന്നുണ്ടെങ്കിൽ അതൊരു ക്രമസമാധാനത്തിൻ്റെ പ്രശ്നമായിട്ട് നമുക്ക് അവിടെ കാണാം. കാരണം പ്രതിഷേധക്കാരാണ്, അവരെ അങ്ങനെ തടയാതെ വിട്ടുകഴിഞ്ഞാൽ മേ ബി മറ്റു പലതും സംഭവിച്ചേക്കാം എന്നൊക്കെയുള്ളതുണ്ടാവും അല്ലേ. സ്വാഭാവികമായിട്ടും ഏത് പാർട്ടി പ്രതിഷേധങ്ങൾ നടത്തുമ്പോഴും അവിടെ പോലീസ് ഇടപെടും, പ്രതിഷേധക്കാരെ തടയും, ഇതൊക്കെ ചെയ്യും. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പ്രതിഷേധക്കാരെ തടയുന്നത് ഗുണ്ടകളാണ്. ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? തീർത്തും കച്ചവട കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് ആ കച്ചവട കേന്ദ്രങ്ങൾക്ക് സെക്യൂരിറ്റിക്കായിട്ട് ഗുണ്ടകൾ. അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്ന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവ ഇത്രയും ഒരു മല്ലനായിട്ടുള്ള ഒരു ബോഡി ബിൽഡർ ആയിട്ടുള്ള വ്യക്തി ഒരു ആശുപത്രിയുടെ സെക്യൂരിറ്റിയോ? ആശുപത്രിയിൽ അങ്ങനെ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യം എന്താണ്? ആശുപത്രി എന്ന് പറഞ്ഞാൽ ഇതൊരു മെഡിക്കൽ കോളേജാണെന്നുള്ളത് ഓർക്കണം. ആ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ വലിയ ജിമ്മൊക്കെ ചെയ്ത് വലിയ ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മല്ലൻ, ആ മല്ലന് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ നിതിൻ രാജിൻ്റെ ഈ പറയുന്ന അപകടം, മരണമുണ്ടായതിന് ശേഷം കൃത്യമായിട്ട് മുൻകൂട്ടി കണ്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ആ പ്രതിഷേധങ്ങളെ തടയാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഇത്തരം മല്ലന്മാരെ ആവശ്യമാണെന്ന് കരുതിയിട്ട് ആശുപത്രി ഈ പറയുന്ന ആളുകളെ റിക്രൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ആശുപത്രി തന്നെ പ്രവർത്തിക്കുന്നത് പൊതുമുതൽ കയ്യേറിയിട്ടാണ്. അതിൻ്റെ ഉപഭോക്താക്കളും ഗുണഭോക്താക്കളും മറുഭാഗത്തുണ്ട്. അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കുന്നില്ല അല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം വളരെ വിചിത്രമായിട്ട്, അല്ലെങ്കിൽ വിചിത്രമൊന്നല്ല, എനിക്ക് വലിയ അത്ഭുതം ഉണ്ടാവണേ. കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നല്ലോ. ഇപ്പൊ ഈ ആശുപത്രിയുടെ ഭൂമിയുമായി ഇടപെട്ടിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് വന്നപ്പോൾ അതിൽ കേസ് എടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ആർക്കെതിരെയാ? ഏതോ 2 ബ്രിട്ടീഷ് പൗരന്മാർക്കെതിരെ. ഇവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റുമോ? ഇവർക്കെതിരെ അന്വേഷണം നടത്താൻ പറ്റുമോ? ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. പക്ഷേ ജനങ്ങളുടെ കണ്ണിലൊരു പൊടിയിടണം, അതിനൊരു കേസ് വേണം. ആ കേസ് ബ്രിട്ടീഷുകാർക്കെതിരെ കേസ്. എന്നാൽ ഇതിൻ്റെ ഗുണഭോക്താക്കളാരാ? ഈ പറയുന്ന ആശുപത്രി ഉടമസ്ഥര് ഈ ഭൂമി വാങ്ങിയിരിക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാ? കോടികൾ കൊടുത്ത് കയ്യിൽ നിന്ന് വാങ്ങിയത് ആരുടെ കയ്യിൽ നിന്നാ? മർക്കസിന്റെ കയ്യിൽ നിന്ന്. അവർക്കെതിരെ കേസിൽ അവരുടെ പേര് പോലും പ്രതിപാദിക്കുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1960കളിൽ ഈ ഭൂമി കൈവശം വെച്ചിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ കേസ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന് ഒരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി, പഠിക്കാൻ വേണ്ടി ആ കോളേജിലേക്ക് വന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായിട്ടും ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു നിയമ നടപടി, അതിനെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ നമ്മുടെ നാട്ടിൽ സർക്കാരിന് പോലും താല്പര്യമില്ല അല്ലേ.
ഈ രാജ്യത്ത് സർക്കാരിന് പോലും താല്പര്യമില്ല. എന്നിട്ട് കേസെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ. ഇപ്പൊ നോക്കിയേ, അങ്ങോട്ടേക്ക് എത്തുന്ന പ്രതിഷേധങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ ഇറക്കിയിരിക്കുന്നു ആശുപത്രി. അപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? ഞാനിത് പറഞ്ഞു വരുന്നത് വളരെ കൃത്യമായിട്ട് ആതുരാലയ സേവന കേന്ദ്രങ്ങൾ, അങ്ങനെയാണല്ലോ ആശുപത്രികളൊക്കെ നമ്മൾ കാണുന്നത്, ആതുരാലയ സേവന കേന്ദ്രങ്ങൾ. ഇതൊക്കെ ഇപ്പോൾ നല്ല ഒന്നാം തരം കോർപ്പറേറ്റ് കമ്പനികളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കോർപ്പറേറ്റ് കമ്പനി അല്ലേ? ഈ കോർപ്പറേറ്റ് കമ്പനികളിലും സെലിബ്രിറ്റികളൊക്കെ ചുറ്റുഭാഗത്തുമാണ് നമ്മൾ ഈ ബൗൺസേഴ്സ് എന്ന് പുതിയ പേരിട്ട് വിളിക്കുന്ന ഗുണ്ടകളെ കണ്ടിട്ടുള്ളത് അല്ലേ? വലിയ ബോഡി ബിൽഡർമാരായിട്ടുള്ള, വലിയ മല്ലന്മാരായിട്ടുള്ള വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുള്ളത് കോർപ്പറേറ്റ് മേഖലകളിൽ, ഈ സെലിബ്രിറ്റി മേഖലകളിലാണ്. എന്നാൽ ആതുരാലയങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ടും അവരെത്തിയിരിക്കുന്നു. അത് വളരെ പ്രത്യേകതയുണ്ട്. ഇത്രയും ദിവസം അവിടെ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അവിടെയാവും അങ്ങനെ സെക്യൂരിറ്റി എത്തിയിരിക്കുക. എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന നിയമ നടപടികളെ, നിയമപരമായ കാര്യങ്ങൾ, നിയമ നടപടികൾ, ആശുപത്രിക്കെതിരെ വരുന്ന നിയമ നടപടികളെ സർക്കാർ സ്വാധീനത്തില്, അധികാരത്തിലിരിക്കുന്നവരുടെ സ്വാധീനത്തില് ആശുപത്രി നേരിടുന്നുണ്ട്. അപ്പോൾ ആ നിയമ നടപടികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ എന്താ പ്രശ്നമുള്ളത്? പിന്നെ ഉള്ളത് ഇത്തരത്തിലുള്ള പല ആളുകളുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രതിഷേധങ്ങളാ. ആ പ്രതിഷേധങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ ഇറക്കിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നിപ്പോൾ അവിടെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ ഈ പറയുന്ന നിതിൻ രാജിൻ്റെ കുടുംബം, അച്ഛനും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ആ അച്ഛൻ്റെ നിലവിളി കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏതൊരു അച്ഛനമ്മമാരും തൻ്റെ മക്കളെ ഇത്തരത്തിൽ പഠിക്കാൻ വിടുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന സ്വപ്നങ്ങൾ എത്രയൊക്കെ പ്രതീക്ഷകൾ അവരുടെ ഉള്ളിലുണ്ടാവുന്നത്. എന്നിട്ട് ആ സ്ഥാപനത്തിൻ്റെ വീഴ്ച കാരണം, ആ സ്ഥാപനത്തിലെ നടപടി കാരണം, ഒരു വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വരുന്ന അപമാനം കാരണം ഒക്കെ ഇങ്ങനെയും വലിയ വേദനാജനകമായ കാര്യം സംഭവിച്ചിട്ട് അവിടെ നേരിടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പവറിൽ, ആ പിൻബലത്തിൽ, ആ സ്വാധീനത്തിൽ താനൊക്കെ ആരാടോ, ഞാനിവിടെ എല്ലാം ചെയ്യും, എനിക്ക് തോന്നും പോലെ ചെയ്യും, നീയൊക്കെ ആരാ ചോദിക്കാൻ എന്നുള്ളതല്ലേ ഇവരുടെ ധാർഷ്ട്യം എന്ന് പറയുന്നത് അല്ലേ? നിയന്ത്രിക്കാൻ ആളില്ല, അതാണ് സംഭവിക്കുന്നത്. ഇത് ഈ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വേണ്ടത് തന്നെയാണ്, അതൊന്നും വേണ്ടാന്നൊന്നല്ല കേട്ടോ, അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ മുകളിൽ ഒരു കടിഞ്ഞാൺ, ഒരു കൺട്രോള് അത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് ഉണ്ടാവേണ്ടതല്ലേ? അതില്ലാത്തതിൻ്റെ ഫലമല്ലേ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഈ പറയുന്ന നിതിൻ രാജ് എന്ന് പറയുന്ന വ്യക്തി, ആ ഒരു പാവം പയ്യൻ അല്ലേ, അവൻ്റെ കുടുംബം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഇരകളാ. എന്നിട്ടും ഇത്രയും വലിയ ദാരുണമായ സംഭവം നടന്നിട്ടും സർക്കാർ എല്ലാ രീതിയിലും അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആരെ? ഈ കുറ്റാരോപിതരെ, വേട്ടക്കാരെ, ഇതിൻ്റെ ഉത്തരവാദികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക സർക്കാർ. എന്നിട്ട് പോരാഞ്ഞിട്ട് സർക്കാരിൻ്റെ സംരക്ഷണം അവർക്കുണ്ടാകുമ്പോൾ പിന്നെ അവർക്ക് എന്താ പേടി? അവർ ബാക്കിയുള്ള പുറത്തുനിന്നുള്ള ബാക്കിയുള്ള പ്രതിഷേധങ്ങളെയും എതിർപ്പുകളെയും ഒക്കെ നേരിടാൻ ഗുണ്ടകളെയും ഇറക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. മുസ്ലിം ലീഗിൻ്റെയും ദളിത് ലീഗിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഈ പറയുന്ന ഗുണ്ടകളും എവിടെ വരെ എത്തി നിൽക്കുന്നു, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എവിടെ വരെ എത്തി നിൽക്കുന്നു? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തായി മാറിയിരിക്കുന്നു? വലിയ രീതിയിലെ വലിയ കോർപ്പറേറ്റ് ബിസിനസ്സുകളെ വെല്ലുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പം നിങ്ങളുടെ മക്കൾക്ക് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ പഠിക്കാനായിട്ടും ജോലിക്കായിട്ടും അല്ലെങ്കിൽ ജീവിത മാർഗമായിട്ടും ഒക്കെ പഴയ പോലെയല്ല, ഇങ്ങനെ മൈഗ്രേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്നിട്ട് ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം മാറിയിരിക്കുക. അപ്പോൾ എന്ത് വേണം? നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം ലാംഗ്വേജ് ഒരു വലിയ വിഷയമായി മാറിയിരിക്കുക അല്ലേ? ഈ ലാംഗ്വേജ് ഒരു വിഷയമായി മാറിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണക്കാരൻ അവൻ്റെ മക്കളെ ഏതെങ്കിലും ഇപ്പോൾ നന്നായിട്ട് ലാംഗ്വേജ് കിട്ടണം, മലയാളം മാത്രം പോരാ, അവനിക്ക് സംസാരിക്കാൻ കഴിയണം. ഇപ്പോൾ എഴുതാനും വായിക്കാനും മാത്രം അറിഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ ഒരു 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 മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ പോരാ, അവൻ്റെ നാവിലൂടെ
മലയാളം എങ്ങനെയാണോ അവൻ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ കൃത്യമായ ഫ്ലുവൻസിയിൽ ആക്സെൻറ്റോട് കൂടിയിട്ട് ഈ പറയുന്ന അവനിക്ക് മറ്റുള്ള ഭാഷകളും കൈകാര്യം ചെയ്യാൻ കഴിയണം എന്ന് കരുതിയിട്ട് നിങ്ങളുടെ മക്കളെ ഒരു ഏതെങ്കിലും LKG കൊണ്ടുപോയി ചേർത്ത് നോക്ക്. LKG ചേർക്കണമെങ്കിൽ ഫീസിൻ്റെ കൂടെ എന്ത് വേണം? ഡൊണേഷൻ, ലക്ഷങ്ങൾ ഡൊണേഷൻ വേണം. ഈ ഡൊണേഷൻ എന്തിനാ? എന്നാ പിന്നെ ഈ ഡൊണേഷനിൽ ആ കുട്ടിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയുമെങ്കിൽ ഓക്കെ, അതും പറ്റുന്നില്ല. ഡൊണേഷൻ കൊടുത്താലും മാസം മാസം ഫീ കൊടുക്കണം അല്ലേ? ചിലയിടങ്ങളിൽ മാസം മാസം ഫീ, ചിലയിടങ്ങളിൽ ഒരു 2-3 ക്വാർട്ടർലി ഒക്കെ ആയിട്ട് ഫീ, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഫീ, അങ്ങനെ. അപ്പോൾ അത് വേറെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ പഠിക്കണമെങ്കിൽ പഠിപ്പിക്കുന്നതിനുള്ള ഫീ വേറെ കൊടുക്കുന്നുണ്ട്, പോരാഞ്ഞിട്ട് ഡൊണേഷൻ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ രാജ്യത്ത് എസ്പെഷ്യലി കേരളത്തിലൊക്കെ വലിയ രീതിയിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളായി മാറുന്നു. അങ്ങനെ ആയി മാറിയതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് ഈ പറയുന്ന വിദ്യാർത്ഥിയുടെ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് സർക്കാർ ഒരു ഭാഗത്ത്, നിയമപരമായ സംരക്ഷണം സർക്കാരിൻ്റെ വക, മറ്റുള്ള രീതിയിലുള്ള സംരക്ഷണം ഉറപ്പുവരുത്താൻ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഗുണ്ടകളെ ഇറക്കുകയാണ്. എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ വലിയ ചിന്ത പൊതുസമൂഹത്തിന് ഉണ്ടാകേണ്ട കാര്യമാണ്. ഈ ഒരു പ്രവണത മാറണമെങ്കിൽ സർക്കാർ എന്തായാലും അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ജനം തീരുമാനിക്കണം. അപ്പോൾ എന്താ പ്രശ്നം? ജനം തീരുമാനിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു സ്റ്റാൻഡേർഡ്, അവർക്കൊരു എഡ്യൂക്കേഷൻ നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ വലിയൊരു പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നഷ്ടം പൊതുജനത്തിനാണ്. എന്ന് പറഞ്ഞാൽ കഴുതയാവുന്നത് പൊതുജനമാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം? കഴുതയാവുന്നത് പൊതുജനമാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേ, ഇപ്പം നമ്മൾ ഇതൊക്കെ ഒരു പ്രശ്നമാണ്, നമുക്കിതിനെതിരെ ഒരു പോരാട്ടം നയിക്കാം എന്ന് കരുതിയാൽ നഷ്ടമാകുന്നത് നമ്മുടെ മക്കളുടെ ഫ്യൂച്ചറാണ്. അപ്പോൾ ഒരു തലമുറ, വളർന്നു വരുന്ന തലമുറയിൽ നമ്മൾ മാറി നിന്നാൽ നമ്മളെ മക്കൾ ആ തലമുറയിൽ മാറി നിൽക്കേണ്ടി വരും എന്നുള്ള പ്രശ്നം. അല്ലാതെ ഇപ്പം ഇതിനെന്താ പരിഹാരം കണ്ടെത്തേണ്ടത് സർക്കാരുകളാണ്, ഇവിടുത്തെ അധികാരങ്ങളാണ്, ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ്. അവർക്കൊന്നും ഇതിനെപ്പറ്റിയൊന്നും ഒരു ചിന്തയുമില്ല, യാതൊരു വിധ ചിന്തയും അവർക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും വളരെ പ്രതീക്ഷയോടുകൂടി തൻ്റെ മകനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ വിട്ട നിതിൻ രാജിൻ്റെ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടത് അവരുടെ മകനെയാ അല്ലേ? ഇപ്പൊ പ്രതിഷേധിക്കാൻ പോകുമ്പോൾ അവരെ തടയാൻ ഗുണ്ടകൾ ഒരു ഭാഗത്ത്, ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക്, ഇതിൻ്റെ ഉത്തരവാദികൾക്ക് സംരക്ഷണം ഒരുക്കാൻ സർക്കാർ മറുഭാഗത്തും. എങ്ങോട്ടാണ് ഈ പോക്ക്?